ഹായ്, വെൽക്കം ടു ഏജ് എഡ്യൂക്കേഷൻ കമ്പനി. അപ്പോൾ നമ്മൾ റാങ്ക് 5 ചലഞ്ചാണ്. നമ്മൾ സാഹിത്യമാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളൂർ വരെ എത്തി. ഇനി അടുത്തത് കുമാരനാശാനാണ്. അപ്പോൾ ടാലൻ്റ് റാങ്ക് 5 വെച്ചിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. ബുക്ക് എടുക്കുക, ടാലൻ്റ് ബുക്ക് എടുക്കുക, വായിക്കുക. ഒരു കമ്പനിക്ക് വേണ്ടിയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കുമാരനാശാൻ സ്നേഹഗായകനാണ്, ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നു. സ്നേഹഗായകൻ, ആശയഗംഭീരൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച വ്യക്തിയാണ്. ആ മോന്ത നോക്കി കേട്ടില്ലേ, അത്രയും വലിയ വ്യക്തിയാണത്. മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി. അതുപോലെ PSC പഠിക്കാതെ PSC കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമോ? അതുപോലെ ഇപ്പോൾ അല്ലേ ബാക്കിയുള്ള കാരായി. ഇനിയിപ്പോൾ പിൻവാതിൽ നയം വഴി വന്ന ആളായിരിക്കും. ഓക്കെ, മഹാകവി എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച വ്യക്തിയാണ്, കവിയാണ്. ഓക്കെ, പ്രധാന കൃതികളാണ് വീണപൂവ്, ദുരവസ്ഥ, കരുണ, പ്രരോദനം, ചണ്ടാല ഭിക്ഷുവി, നളിനി. നളിനിക്ക് അവതാരിക എഴുതിയത് AR. അത് ചോദിക്കും, നളിനിക്ക് അവതാരിക എഴുതിയത് ആര്? AR. അടുത്ത വള്ളത്തോൾ. കേരള വാൽമീകി. വള്ളത്തിനൊരു വാലുണ്ടല്ലോ, അപ്പോൾ കേരള വാൽമീകി. വള്ളത്തോൾ നാരായണ മേനോൻ. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. വാൽമീകി രാമായണം, അതുകൊണ്ടാണ് ആ പേര് കിട്ടിയിട്ടുണ്ടായിരിക്കുക. കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവി. കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവിയാണ് അദ്ദേഹം. നമുക്കറിയാലോ, 1930 ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഋഗ്വേദത്തിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അദ്ദേഹമാണ്. വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് വള്ളത്തോള് വിവേകാനന്ദൻ. വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് വള്ളത്തോൾ രചിച്ച കവിതയാണ് കൃഷ്ണ പരുന്തിനോട്. വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് വള്ളത്തോൾ രചിച്ച കവിതയാണ് കൃഷ്ണ പരുന്തിനോട്. വള്ളത്തോളിന്റെ ചിത്രയോഗം ഏത് കൃതിയിലെ കഥാഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുതപ്പെട്ടത്? കഥ, സരിത്ത്, സാഗരം. വള്ളത്തോളിന്റെ ചിത്രയോഗം ഏത് കൃതിയിലെ കഥാഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുതപ്പെട്ടത്? കഥ, സരിത്ത്, സാഗരം. മറ്റ് കൃതികളാണ് വള്ളത്തോളിന്റെ മറ്റ് കൃതികൾ. ബദിരവിലാസം. നമ്മൾ വള്ളത്തിൽ പോകുമ്പോൾ, നമ്മൾ ഒരു കപ്പലൊക്കെ പോകുമ്പോൾ നമ്മൾ വിളിച്ച കേൾക്കില്ല. അത്ര ഇതിലൊക്കെ വള്ളത്തിൽ പോകുമ്പോൾ വിളിച്ച കേൾക്കില്ല എന്നല്ലിരിക്കാം. ബദിരൻ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്താണല്ലേ. അയ്യോ, പ്രശ്നമായല്ലോ. നിങ്ങൾ പഠിച്ചില്ലേ? അത് മതി. അച്ഛനും മകളും വള്ളത്തിൽ പോയി. ശിഷ്യനും മകനും വള്ളത്തിൽ പോയി. ചിത്രയ്ക്ക് യോഗം ഉണ്ടായിരുന്നു വള്ളത്തിൽ പോകാൻ. ചിത്രയും വള്ളത്തിൽ പോയി. ഇനി അടുത്ത ബന്ധനസ്ഥനായ അനിരുദ്ധൻ. നമ്മുടെ അനിരുദ്ധില്ലേ, പാട്ടുകാരൻ അനിരുദ്ധ്. ബന്ധനസ്ഥനായി. അവൻ എന്തിലാ? വള്ളത്തിൽ വെച്ചിട്ടാണ് അവനെ ബന്ധനസ്ഥനാക്കിയത്. സാഹിത്യമഞ്ജരി. കൊച്ചു സീത വള്ളത്തിൽ പോയി. വള്ളത്തിൽ പോയി. മഗ്ദലേന മറിയം വള്ളത്തിൽ പോയി. ഓക്കെ, ഇനി അടുത്തത് വിലാപകാവ്യ പ്രസ്ഥാനം. വിലാപകാവ്യ പ്രസ്ഥാനത്തിൽ ആദ്യ മൗലിക കൃതിയാണ് ഒരു വിലാപം. വിലാപകാവ്യം തന്നെ അതിൽ തന്നെ ഉണ്ട്. വിലാപകാവ്യ പ്രസ്ഥാനത്തിലെ ആദ്യ മൗലിക കൃതിയാണ് ഒരു വിലാപം. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് നാലാപ്പാട്ട് നാരായണ മേനോൻ. കണ്ണുനീർത്തുള്ളി, 4 കണ്ണുനിന്നും വെള്ളം എന്ന് പറഞ്ഞ അർത്ഥം ഫുൾ വിഷമം. അപ്പോൾ കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് നാലാപ്പാട്ട് നാരായണ മേനോൻ. AR രാജവർമ്മയുടെ നിര്യാണത്തിൽ കുമാരനാശൻ എഴുതിയ വിലാപകാവ്യമാണ് പ്രരോദനം. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ കുമാരനാശൻ എഴുതിയ വിലാപകാവ്യമാണ് പ്രരോദനം. വികാര തീവ്രമായ കവിതയിലൂടെ മലയാളത്തിൽ ശ്രദ്ധ നേടിയ ചങ്ങമ്പുഴയുടെ സമകാലീനായ കവിയാണ് ഇടപ്പള്ളി രാഘവൻപിള്ള. വികാര തീവ്രമായ കവിതയിലൂടെ മലയാളത്തിൽ ശ്രദ്ധ നേടിയ ചങ്ങമ്പുഴയുടെ സമകാലികനായ കവിയാണ് ഇടപ്പള്ളി രാഘവൻപിള്ള. അപ്പോൾ നമ്മൾ ഇടപ്പള്ളി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഇടപ്പള്ളിയിൽ ഒരു ചങ്ങാതിരെ കാണാൻ പോയെന്നാലേക്ക്. ഇടപ്പള്ളിയെ കുറിച്ച് ചങ്ങമ്പുഴ എഴുതിയ വിലാപകാവ്യമാണ് രമണൻ. നമുക്കറിയാം, ചോക്ലേറ്റ് സിനിമയുടെ ക്ലൈമാക്സിൽ രമണൻ ആയിട്ട് വരുന്ന പൃഥ്വിരാജ്. അപ്പോൾ ഇടപ്പള്ളിയെ കുറിച്ച് ചങ്ങമ്പുഴ എഴുതിയ വിലാപകാവ്യമാണ് രമണൻ. ഇനി അടുത്ത കവിതകളാണ്. NN കക്കാടിന് വയലാർ അവാർഡ് ലഭിച്ച കവിതയാണ് സഫലമി യാത്ര. NN കക്കാട് കാടിലൂടെ പോയി വിജയം വരിച്ചു ഇല്ലേ, ശ്രീരാമൻ. അപ്പോൾ സഫലമി യാത്ര സഫലമായി. സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരമാണ് മുത്തുച്ചിപ്പി പോലൊരു. സുഗതകുമാരിയുടെ പാടുന്ന നല്ല സുഖമല്ലേ ഞാൻ പാടുമ്പോൾ. സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരമാണ് മുത്തുച്ചിപ്പി.
സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതയാണ് അമ്പലമണി. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത സുഗതകുമാരി വയലിൽ നിന്ന് മണിയടിച്ചു. സുഗതകുമാരി വയലിൽ നിന്ന് മണിയടിച്ചു. സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കവിതയാണ് രാത്രിമഴ. രാത്രിയിലാണ് സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കവിതയാണ് രാത്രിമഴ. സുഗതകുമാരിക്ക് സരസ്വതി സമ്മാനം ലഭിച്ച കൃതിയാണ് മണലെഴുത്ത്. സുഗതകുമാരിക്ക് സരസ്വതി സമ്മാനം ലഭിച്ച കൃതിയാണ് മണലെഴുത്ത്. സരസ്വതി. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കവിത അക്ഷരം. ONV ഒക്കെ ഒരക്ഷരമല്ലേ, അപ്പോൾ ONV ഒക്കെ ഒരക്ഷരമാണ്. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കവിതയാണ് അക്ഷരം. ONVക്ക് വയലാർ അവാർഡ് ലഭിച്ച കവിതയാണ് ഉപ്പ്. ONV ഉപ്പ്. കേസരി ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് പരാമർശിക്കുന്ന വയലാറിന്റെ കവിതയാണ് മാടവനപ്പറമ്പിലെ ചിത. മാടപ്പറമ്പിൽ യക്ഷി എന്ന് പറഞ്ഞ പോലെ കേസരി ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് പരാമർശിക്കുന്ന വയലാറിന്റെ കവിതയാണ് മാടവനപ്പറമ്പിലെ ചിത. പെണ്ണുങ്ങൾക്ക് കാണാത്ത പാതയ നേരങ്ങൾ. എന്താ അല്ലേ, പെണ്ണുങ്ങൾ കാണാത്ത പാതയ നേരങ്ങൾ. പിന്നെ കാണുന്നില്ല, പിന്നെ എവിടെയാണാവോ? ഓക്കെ, പെണ്ണുങ്ങൾ കാണിക്കുന്നുണ്ടാവില്ല ആരും. അതായത് ശരിയാ, പെണ്ണുങ്ങൾ കാണാത്ത പാതയ നേരങ്ങൾ. അതായത് പാതയ നേരങ്ങൾ പുരുഷന്മാർക്ക് മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളൂ. നൈറ്റ് ലൈഫ്. ശരിയാണ്. നൈറ്റ് ലൈഫ് സ്ത്രീകൾക്ക് കിട്ടണമെങ്കിൽ കല്യാണം കഴിയണം. കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയവന് മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെണ്ണുങ്ങൾ കാണാത്ത പാതയ നേരങ്ങൾ എന്ന കവിത സമാരംഭിച്ചത് VM ഗിരിജ. VM ഗിരിജയ്ക്ക് ചിലപ്പോൾ ഗിരിജ തിയേറ്ററിലേക്ക് പോകാൻ പാതിരയ്ക്ക് പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും. ഓക്കെ. സച്ചിദാനന്ദന്റെ പരിസ്ഥിതി കവിതയായ ആത്മഹത്യ ചെയ്ത കർഷകൻ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? വെള്ളത്തെ. അപ്പോൾ വെള്ളത്തെ സച്ചിദാനന്ദന്റെ. അപ്പോൾ സച്ചി എന്ന് പറയണ സച്ചിയല്ല, സച്ചിദാനന്ദന്റെ പരിസ്ഥിതി കവിതയായ ആത്മഹത്യ ചെയ്ത കർഷകൻ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഈ കർഷകർക്ക് വെള്ളമില്ലാണ്ടൊക്കെയല്ലേ, അതായത് മഴ പെയ്യാണ്ടൊക്കെയല്ലേ അവരെ കൃഷി നശിച്ചു പോകുന്നത്. അപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ടെന്നല്ലേ വെള്ളത്തെ. സാമൂഹിക വിപ്ലവത്തെ ഏറ്റെടുക്കുന്ന മധ്യവർഗ ബുദ്ധിജീവികൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ വിഷയമാക്കുന്ന വൈലോപ്പിള്ളിയുടെ കവിത കൂടി ഒഴിക്കൽ. വൈലോപ്പിള്ളി കവിതകളെ കാച്ചിക്കുറുക്കി കവിത എന്ന് വിശേഷിപ്പിച്ചത് MN വിജയൻ. അപ്പോൾ കാച്ചിക്കുറുക്കി പഠിച്ചാൽ നമുക്ക് PSC വിജയിക്കാം. കാച്ചിക്കുറുക്കി പഠിച്ചാൽ നിങ്ങൾക്ക് PSC വിജയിക്കാം. വൈലോപ്പിള്ളി കവിതകളെ കാച്ചിക്കുറുക്കി കവിത എന്ന് വിശേഷിപ്പിച്ചത് MN വിജയൻ. ഉലക്കമേൽ കിടക്കാനുള്ളതാണോ ഒരുമ? ഉലക്കമേൽ കിടക്കാനുള്ളതാണോ ഒരുമ എന്ന ചോദ്യം ഉയർന്ന കവിത പഴഞ്ചൊല്ലുകൾ. ഉലക്കമേൽ കിടക്കാനുള്ളതാണോ ഒരുമ എന്ന ചോദ്യം ഉയർന്ന കവിത പഴഞ്ചൊല്ലുകൾ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. അപ്പോൾ അതൊരു പഴഞ്ചൊല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറും പഴഞ്ചൊല്ലുന്നതാണ്. മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു, ഒരു ഫിലിം ഉണ്ടല്ലോ, എന്ന കവിത എഴുതിയത് കടമ്മനിട്ട രാമകൃഷ്ണൻ. കടം മേടിച്ചിട്ടാണ് ആ പടത്തിന് പോയത് ആലോചിക്കുക. ഏത് പടത്തിന്? മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു. K സച്ചിദാനന്ദൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് മറന്നു വെച്ച വസ്തുക്കൾ. K സച്ചിദാനന്ദൻ. സച്ചി നമ്മുടെ റൈറ്റർ സച്ചി, സിനിമയൊക്കെ എഴുതുന്ന തിരക്കഥ എഴുതുന്ന സച്ചി മരിച്ചല്ലോ കുറച്ചധികം മുമ്പ്. അപ്പോൾ അയാൾക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ മറന്നു വെച്ചിട്ടാണ് പോയെന്നാലോചിക്കുക. ഡ്രാക്കുള എന്ന കവിത സമാഹാരം എഴുതിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഈ ചുള്ളിക്കാടിനുള്ളിലെ ഡ്രാക്കുളയൊക്കെ ഉണ്ടാവുക. വിക്ക് എന്ന കവിത സമാഹാരം എഴുതിയത് K സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ അവൻ്റെ കഴിവുകൾ വിറ്റിട്ടാണ് തിരക്കഥ എഴുതിയത് ആലോചിക്കുക. ഓക്കെ. സ്ത്രീകളുടെ സർഗാത്മകത മറ്റുള്ളവരെ രുചി മാത്രമായി ചുരുങ്ങിപ്പോകുന്നു എന്ന് വിമർശനം ഉന്നയിച്ച ONVയുടെ കവിതയാണ് കോതമ്പുമണികൾ. സ്ത്രീകളുടെ സർഗാത്മകത മറ്റുള്ളവരുടെ രുചി മാത്രമായി ചുരുങ്ങിപ്പോകുന്നു എന്ന് വിമർശനം ഉന്നയിച്ച ONVയുടെ കവിതയാണ് കോതമ്പുമണികൾ. ശരിയാണല്ലോ, സ്ത്രീകൾ അടുക്കളയിൽ മാത്രമായി ഒതുങ്ങുന്നു. എത്ര ജോലി ഉണ്ടെങ്കിലും സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം അവരെന്ത് ചെയ്യാൻ? അടുക്കളയിൽ പണി നോക്കാൻ. അപ്പോഴും സ്ത്രീകൾ അടുക്കളയിൽ തന്നെയാണ് വരുന്നത്. ഗോതമ്പ് മണികൾ തിന്നണതാണല്ലോ. 1991 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കുളമ്പൊച്ച എന്ന കവിത സമാധാന രചയിതാവ് ജയനാരായണൻ. ബംഗാൾ എന്ന കവിത രചിച്ചത് KG ശങ്കരപിള്ള. ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യാണ്. ബംഗാൾ എന്ന കവിത രചിച്ചത് KG ശങ്കരപിള്ള.
അയനം സാംസ്കാരിക വേദിയുടെ എ അയ്യപ്പൻ കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വിജയലക്ഷ്മി. അയനം സാംസ്കാരിക വേദിയുടെ എ അയ്യപ്പൻ കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വിജയലക്ഷ്മി. അരളിപ്പൂക്കൾ, സപ്തസ്വരം, ഭൂമിയുടെ കിനാവുകൾ, ഓർമ്മയുടെ സുഗന്ധം എന്നീ കൃതികൾ രചിച്ചത് ജി കുമാരപിള്ള. അമാവാസി കവിത, സിമ്പിൾ, ഒരു ചുള്ളിക്കാട് ആലോചിക്കുക. അമാവാസി കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അമാവാസി നോവൽ കെ എൽ മോഹനവർമ്മ മാധവിക്കുട്ടി. മോഹനവർമ്മ മാധവിക്കുട്ടി. ഇനി അടുത്തത് സാഹിത്യ രചനകളിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്, സൗന്ദര്യപൂജ. വെണ്ണിക്കുളം വെണ്ണ പോലെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ സൗന്ദര്യമുണ്ട്. സൗന്ദര്യപൂജ, കദളിവനം, മാണിക്യവീണ, പുഷ്പവൃഷ്ടി, അമൃതാഭിഷേകം. സൗന്ദര്യപൂജ, കദളിവനം, മാണിക്യവീണ, പുഷ്പവൃഷ്ടി, അമൃതാഭിഷേകം. ഇടപ്പള്ളി രാഘവൻ പിള്ള, മണിനാഥം. കാണാനല്ലേ പറയണത്? ഓക്കെ. ഇടപ്പള്ളി രാഘവൻ പിള്ള, മണിനാഥം, തുഷാരഹാരം, നവസൗരഭം, ഹൃദയസ്മിതം. ഇനി അത് വയലാർ രാമവർമ്മയാണ്. ആയിഷ, മുളങ്കാട്, സർഗസംഗീതം, എനിക്ക് മരണമില്ല, കൊന്തയും പൂനൂലും, പാദമുദ്രകൾ, ആത്മാവിൽ ഒരു ചിത, ഒരു ജൂഡാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റൊലി കവിതകൾ, പുരുഷാന്തരങ്ങളിലൂടെ. പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ. കുഞ്ഞാവുമ്പോൾ അച്ഛൻ്റെ കൂടെ കളിക്കും ഇല്ലേ? താമരത്തോണി, അച്ഛൻ്റെ കൂടെ താമരത്തോണി കളിക്കും. പൂക്കളം. പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ, താമരത്തോണി, പൂക്കളം. NV കൃഷ്ണവാര്യർ, ഗാന്ധിയും ഗോഡ്സെയും. അരി വാങ്ങാൻ ക്യൂബിൽ നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിലും വരുന്നു ഗോഡ്സെയും. അല്ലേ? അത് കേട്ടിട്ടില്ലേ? ഗാന്ധിയും ഗോഡ്സെയും. കാളിദാസ്, അതാരാണ്? NV കൃഷ്ണവാര്യർ. കാളിദാസന്റെ സിംഹാസനം. പുഴകൾ, കൊച്ചുതൊമ്മൻ. കെ അയ്യപ്പ പണിക്കർ. ഗോത്രയാനം. കുരുക്ഷേത്രം, മർത്യപൂജ. കെ അയ്യപ്പ പണിക്കർ. ഗോത്രയാനം, കുരുക്ഷേത്രം, മർത്യപൂജ. ചങ്ങമ്പുഴ, രമണൻ. അത് ചങ്ങമ്പുഴ ഉണ്ടെങ്കിൽ രമണുണ്ട്. സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പാടുന്ന പിശാച്, യവനിക, ബാഷ്പാഞ്ജലി, സങ്കല്പകാന്തി, സ്വരരാഗ സുധ, അമൃതവീജി, കളിത്തോഴി, രക്തപുഷ്പങ്ങൾ, മനസ്വിനി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അളകാവലി, കറുത്ത ചെട്ടിച്ചികൾ. കറുത്ത ചെട്ടിച്ചികൾ പപ്പടം ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ? അളകാവലി, കറുത്ത ചെട്ടിച്ചികൾ, കാവിലെ പാട്ട്, ഒരു പിടി നെല്ലിക്ക, ഭൂതപ്പാട്ട്, വിവാഹ സമ്മാനം, കുറ്റിപ്പുറം, പാലം, മുത്തൻകലവും അരിവാളും, കുട്ടുഋഷി, അന്തിത്തിരി. ഓക്കെ. ഇനി അടുത്തത് ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ, സൂര്യകാന്തി. മറക്കണ്ട, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ, സൂര്യകാന്തി. ഗീതാഞ്ജലി, വിവർത്തനാണ് വിശ്വദർശനം. ഓടക്കുഴൽ, സൂര്യകാന്തി, ഗീതാഞ്ജലി, വിശ്വദർശനം. ഇനി അടുത്തത് വിജയലക്ഷ്മിയാണ്. മൃഗശിക്ഷൻ, തച്ചൻ്റെ മകൾ, ഒറ്റ മണൽത്തരി, മഴുതൻ, മറ്റേതാ മുഖം, അന്ത്യപ്രലോഭനം, ഹിമസമാധി.